Good morning. We are starting again. Population genetics ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ദ ഹാർഡി-വീൻബർഗ് equilibrium. It was proposed by two different scientists, ഹാർഡി ആൻഡ് വീൻബർഗ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് അത് പ്രപ്പോസ് ചെയ്തത് ഇൻ ദ ഇയർ 1908. ഈ പറഞ്ഞ ലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ എന്ന് പറയുന്നത് അഥവാ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ജെനറ്റിക്സിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് കണക്കാക്കുന്ന ഒരു ലോയാണ്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ എസ് എവല്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇസ് കൺസേൺഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോണതിന് മുന്നേ വി നീഡ് ടു ബി ഫെമിലിയർ വിത്ത് സർട്ടൻ ടെർമിനോളജീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെയും റിവൈസ് ചെയ്യുക. ജീൻ പൂൾ എന്താണെന്ന്. ജീൻ പൂൾ എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ജീൻസ് ഇൻ എ പോപ്പുലേഷനെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജീൻ പൂൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ ലോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ജീൻ പൂളിൽ ഉള്ള ജീൻസിൻ്റെ ഫ്രീക്വൻസിയിൽ ഉള്ള മാറ്റമില്ലായ്മയെ കുറിച്ചൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ജീൻ പൂളിൽ സാധാരണഗതിയിൽ ഇവർ ഈ പറയുന്ന, അതായത് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം അനുസരിച്ച് ഒരു പോപ്പുലേഷൻ്റെ ജീൻ പൂളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല, പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ മെറ്റ് എന്നാണ് അവർ എൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം അവസ്ഥയിൽ പോകും, മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ചെയ്യുന്നത്, പ്രൊവൈഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ജീൻ പൂളിൽ മാറ്റം സാധാരണഗതിയിൽ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മാറ്റം ഉണ്ടാകാൻ ഉള്ള കാരണക്കാർ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു പോപ്പുലേഷൻ ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവാണ്, എങ്ങനെയൊക്കെ അതിൽ മാറ്റങ്ങൾ വരാം? നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. യെസ്, ഇൻ്റർ ബ്രീഡിങ് നടക്കുമ്പോൾ മാറ്റങ്ങൾ വരാം. ഇൻ്റർ ബ്രീഡിങ് നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിനല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, വേറൊരു പോപ്പുലേഷനിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസുമായിട്ട് ഈ പോപ്പുലേഷനിൽ പോപ്പുലേഷൻ എ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബിയിലുള്ള ഇൻഡിവിജ്വൽസായിട്ട് എയിലുള്ള ഇൻഡിവിജ്വൽസ് ബ്രീഡ് ചെയ്താൽ അവിടെ ഒരു ഷഫ്ലിംഗ് ഓഫ് ജീൻസ് നടക്കുന്നു, ഒരു ജീൻ ഫ്ലോ നടക്കുന്നു. യെസ്, ജീൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ്. ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് ജീൻസ് ഫ്രം വൺ ജീൻ പൂൾ ടു അനദർ ജീൻ പൂൾ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ജീൻസ് ഫ്രം വൺ ജീൻ പൂൾ ടു അനദർ ജീൻ പൂൾ ഇസ് നോൺ ആസ് ജീൻ ഫ്ലോ. ഇൻ്റർബ്രീഡിങ് നടക്കുമ്പോഴത്തേക്കും അങ്ങനെ മിക്സിങ് അപ്പ് ഓഫ് ജീൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീൻ പൂൾ വലുതാവണം. ഇപ്പോൾ പോപ്പുലേഷൻ എൻ്റെ ജീൻ പൂൾ വലുതാവുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള ബിയിലുള്ള ഇൻഡിവിജ്വൽസായിട്ട് ബ്രീഡ് ചെയ്ത് ഇപ്പോൾ എന്താ പറ്റുന്നത്? ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഈ പോപ്പുലേഷൻ എയിലെ കുഞ്ഞുങ്ങൾക്ക് എന്താ പുതിയ വേരിയൻസ് ഓഫ് ജീൻസ് ഉണ്ടാവുന്നു. അപ്പോൾ പോപ്പുലേഷൻ എൻ്റെ ജീൻ പൂൾ ഇറ്റ്സ് ബിക്കമിങ് ബിഗർ. സോ വാട്ട് ആർ ദ factors that would lead to increase in the gene pool? എന്തൊക്കെയായിരിക്കും? ഇമിഗ്രേഷൻ, ജീൻ ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞു, അതായത് ട്രാൻസ്ഫർ ഓഫ് ജീൻസ് ഫ്രം വൺ ജീൻ പൂൾ ടു അതർ. അതിൽ എങ്ങോട്ട് ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് ജീൻ പൂൾ വലുതാവുന്നത്? നമ്മുടെ അടുത്തേക്ക് പുതിയ ജീൻസ് വരണോ അല്ലേ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തണം. അതിനാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. IMM ഇമിഗ്രേഷൻ. ഓക്കെ, ഇമിഗ്രേഷൻ IMM എന്നാണ് ആ ഇമിഗ്രേഷൻ്റെ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. ദാറ്റ് യു ഷുഡ് ബി ക്ലിയർ. ഇമിഗ്രേഷൻ പിന്നെ മ്യൂട്ടേഷൻസ് ഒക്കെ നടക്കുമ്പോഴും പുതിയ ജീൻസ് ആഡ് ഓൺ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമിഗ്രേഷനും IMM IGRATION EMIGRATION തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴത്തെ സിനാരിയോ നമ്മളൊന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഓരോ വ്യക്തികൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ റിലേറ്റീവ്സൊക്കെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വിദേശ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വിട്ട് വേറൊരു സംസ്ഥാനത്തേക്ക് ചേക്കേറുന്നു.
ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഇമിഗ്രേഷൻ. ഇപ്പോൾ കൊറോണ ആയപ്പോഴത്തേക്കും അതെല്ലാം കളഞ്ഞ് അവർ ഇങ്ങ് തിരിച്ച് എല്ലാം കളഞ്ഞിട്ട് മടങ്ങി വരികയാണ്, തിരിച്ച് നമ്മുടെ നേറ്റീവ് സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയാണ്. അതിന് ഇമിഗ്രേഷൻ, ഇങ്ങോട്ട് പോരുകയാണ്. ഓക്കെ, അതിന് IMM എന്ന് പറയുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇമിഗ്രേഷനും IMM ഇമിഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീൻ പൂൾ വലുതാവുന്നതിൻ്റെ 2 കാരണങ്ങൾ, മ്യൂട്ടേഷൻസ് ഒരു കാരണമാണ്, പിന്നെ ഉള്ളിലേക്കുള്ള ജീൻ ഫ്ലോ, IMM ഇമിഗ്രേഷൻ. ജീൻ പൂൾ കുഞ്ഞിതാകാനോ ഉള്ള റീസൺസ് എന്തായിരിക്കും? ഇമിഗ്രേഷൻ, പുറത്തേക്കുള്ള മൂവ്മെൻറ്റ്, ഇമിഗ്രേഷൻ, നാച്ചുറൽ സെലക്ഷൻ വഴി ചില ഫിറ്റ് അല്ലാത്ത ജീൻസൊക്കെ എലിമിനേറ്റഡായി നേച്ചർ തന്നെ കളയുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വഴിയുള്ള എലിമിനേഷൻ, പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്, അത് നമ്മൾ ഇന്ന് തന്നെ നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജീൻ പൂൾ കുഞ്ഞാവാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ സ്മോളർ ആവാനുള്ള റീസൺസ്. ഈ വൺ മോർ ടേം വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് ഇസ് ജീൻ ഫ്രീക്വൻസി. ഓക്കെ, ജീൻ ഫ്രീക്വൻസി ആൻഡ് ഡെഫിനിഷൻ ഒന്ന് വായിച്ചുവിടാം. ദ റേഷ്യോ ഓഫ് എ ജീൻ ഇൻ എ ജീൻ പൂൾ or in a population, or it is a proportion of one allele in a gene pool to the other alleles of the same locus. ഇതൊരു എക്സാമ്പിൾ സഹിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ടോൾനെസ്സിൻ്റെ ജീൻ നമുക്കെല്ലാം പരിചയമുള്ളതാണ് അല്ലേ? ക്യാപിറ്റൽ T സ്മോൾ ടി, ടോൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട 2 ജീൻസ്, ക്യാപിറ്റൽ T സ്മോൾ ടി. നമ്മൾ എപ്പോഴും ഈ അലീൽസ് പറയുമ്പോഴത്തേക്കും ഡോമിനൻ്റ് റിസസീവ് മാത്രമേ പറയാറുള്ളൂ, നമ്മുടെ കൺവീനിയൻസിനാണ്. പക്ഷേ വേറെ പല വേരിയൻസും അതിനുണ്ട്. T', T', T2, T. അങ്ങനെ പല 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 വേരിയൻസും അതിന് കാണും. അപ്പോൾ ഇവിടെ ജീൻ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏത് ജീനിനെയാണോ, ഏത് പർട്ടിക്കുലർ അലീലിനെയാണോ ഞാൻ നമ്പറാണോ, അതിൻ്റെ ക്വാണ്ടിറ്റി ആണോ നമ്മൾ നോക്കുന്നത്. ക്യാപിറ്റൽ Tൻ്റെ ക്വാണ്ടിറ്റി, അളവാണ്. ബാക്കിയുള്ള ജീൻസിനെ വെച്ച് ആ പോപ്പുലേഷനിലെ ക്യാപിറ്റൽ Tൻ്റെ എത്രത്തോളം ക്യാപിറ്റൽ T ആണോ കൂടുതൽ, വേറെ ഏതെങ്കിലും ഫോം ആണോ കൂടുതലെന്നാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ Tയുടെ അളവാണ് നോക്കുന്നത്. അപ്പോൾ ജീൻ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ക്യാപിറ്റൽ T ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ ബാക്കി എല്ലാ ആ പോപ്പുലേഷനിലുള്ള ബാക്കി എല്ലാ വേരിയൻസിൻ്റെ, ഈ ടോൾനെസ്സിൻ്റെ ജീൻ കാണിക്കുന്ന എല്ലാ വേരിയൻസിൻ്റെയും സം ടോട്ടൽ ഡിനോമിനേറ്ററിൽ വരും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ക്യാപിറ്റൽ T എത്ര എണ്ണം ഉണ്ട്, സ്മോൾ T, T', T', T2, T. ഇതെല്ലാം ഡിനോമിനേറ്ററിൽ വരും, ക്യാപിറ്റൽ T മാത്രം ന്യൂമറേറ്ററിൽ. അപ്പോൾ അത് വിൽ ഗിവ് യു ദ ജീൻ ഫ്രീക്വൻസി. ഹോപ്പ് ദ അബവ് മെൻഷൻ ടേംസ് ആർ ക്ലിയർ ടു യു. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോ കൃത്യമായിട്ട് മനസ്സിലാവൂ. ഇനി നമ്മൾ ലോയിലേക്ക് നീങ്ങുകയാണ്. വാട്ട് ഡസ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലോ ഡിനോട്ട്? ആദ്യം ആ ലോ എന്ന് വായിച്ചു വിടാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഞാൻ ഈ വായിക്കുമ്പോഴത്തേക്കും ഞാൻ ചില വേർഡ്സ് സ്ട്രെസ് ചെയ്യും, അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഓക്കെ, ദ ഹാർഡി-വീൻബർഗ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് in a large population, know that large population, the gene frequencies of various kinds of genes remains constant generation after generation if mating is random and in the absence of mutation, selection and migration. Absence of mutation, selection and migration. It is called the Hardy-Weinberg equilibrium because the gene frequencies in a populations are maintained in a certain equilibrium. Okay, ആ ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളിപ്പോൾ ഞാൻ സ്ട്രെസ് ചെയ്ത 5 പോയിൻറ്റ്സാണ് സ്ട്രെസ് ചെയ്തത്, 5 അല്ല 6 പോയിൻറ്റ്സ്. ആദ്യം സ്ട്രെസ് ചെയ്തത് ലാർജ് പോപ്പുലേഷൻ എന്ന കാര്യം, പിന്നെ ജീൻസ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു കാര്യം. എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവുന്നത്, അതിനുള്ള കണ്ടീഷൻസ് ആണ് ബാക്കിയല്ല. ജീൻസ് വിൽ ബി കോൺസ്റ്റൻറ്റ് എന്നാണ് ലോ സ്റ്റേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ജീൻസ് വിൽ ബി
ജീൻ പൂൾ ഇക്വിലിബ്രിയത്തിൽ മുന്നോട്ട് പോകും എപ്പോൾ? ലാർജ് പോപ്പുലേഷൻ ലാർജ് ആണെങ്കിലേ ഇത് കണക്കിലെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മേറ്റിംഗ് റാൻഡം ആയിരിക്കണം, നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ, മൈഗ്രേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മേറ്റിംഗ് റാൻഡം ആയിരിക്കണം, അത് നമ്മൾ പറഞ്ഞു. 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജീൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അഥവാ ജീൻ പൂൾ ഇക്വിലിബ്രിയം അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഈ പറഞ്ഞ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടോ എങ്കിൽ, ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട് എങ്കിൽ, ദാറ്റ് മീൻസ് അവിടെ എവല്യൂഷൻ നടക്കുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? എക്സാക്ട്ലി, എവല്യൂഷൻ ഈസ് 0 എന്നർത്ഥം. റേറ്റ് ഓഫ് എവല്യൂഷൻ 0 ആണെന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിയതാണ്. എന്താണ് വേരിയൻസ് എന്ന് പറയുന്നത്, വേരിയേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റോ മെറ്റീരിയൽ ഫോർ എവല്യൂഷൻ. എവല്യൂഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ വേരിയേഷനാണ്. അപ്പോൾ വേരിയേഷൻ ഇല്ല എങ്കിൽ, അഥവാ ചേഞ്ചസ് ഇല്ല എങ്കിൽ, ജീൻസിലെ ചേഞ്ചസ് ആണ് നമ്മൾ ഈ വേരിയേഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇല്ല എങ്കിൽ എവല്യൂഷൻ മുന്നോട്ട് പോകത്തില്ല, എവല്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാകുന്നില്ല മീൻസ് എവല്യൂഷൻ്റെ റേറ്റ് ഇസ് 0. സോ ചേഞ്ചസ് ഉണ്ടാകണമെങ്കിൽ, ഒരു പോപ്പുലേഷനിൽ വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ, അഥവാ എവല്യൂഷൻ നടക്കണമെങ്കിൽ, ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം അപ്സെറ്റ് ചെയ്യണം. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. ഇനി വൺ മോർ കാര്യം ഒന്ന് നിങ്ങളോട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയാനുള്ളത്, ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം ഒക്കെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതനുസരിച്ച് നിങ്ങൾ ആൻസർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പക്ഷേ ഈ പോയിൻറ്റ്സ് ഒന്നും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് ആസ്ക് ഫോർ എ ബിഗർ എസ് എ. ഈ പറഞ്ഞ 5 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്ട്രെസ് ചെയ്ത 5 പോയിൻറ്റ്സ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണം. അതൊക്കെ നോട്ട്സായിട്ട് ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എല്ലാം ഒന്നും എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതല്ല. അല്ല അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല, എക്സെപ്റ്റ് ഫോർ എ പോയിൻറ്റ് വിച്ച് വി ജസ്റ്റ് ടച്ച് ത്രൂ. ജനറ്റിക് ഡ്രിഫ്റ്റ് മാത്രമേ അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ ഇതിൽ ഡിസ്കസ് ചെയ്താൽ ഇതിൻ്റെ മെയിൻ ഭാഗം കഴിഞ്ഞു. എക്സാമ്പിൾ ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ എസ് എ എഴുതുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലാണ്ട് നമുക്ക് പ്രോബ്ലം സോൾവിങ് ആസ് ഫോർ നമുക്ക് പ്രോബ്ലം സോൾവിങ് ഇല്ല. സോ എം എസ് സിയിൽ പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോബ്ലംസ്. ഇറ്റ് വിൽ ബി ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ്. പ്രോബ്ലം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, എളുപ്പമാണ്, വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ തന്നെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഒരു ഹാംസ്റ്റർ എന്ന് പറഞ്ഞാൽ എലി, ഒരു റോഡൻ്റാണ്, ഒരു എലി പോലത്തെ സാധനമാണ്. ഹാംസ്റ്ററിൻ്റെ പോപ്പുലേഷൻ ആണ് എക്സാമ്പിളായിട്ട് എടുത്തേക്കണം. അതിൻ്റെ കളറ്, ഹാംസ്റ്ററിൻ്റെ സ്കിൻ കളറാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്തേക്കണേ. ബ്ലാക്ക് കളർ ഹാംസ്റ്ററും ഗ്രേ കളർ ഹാംസ്റ്ററും. കളറിനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീൻസ്. ഡോമിനൻ്റ് ജീൻ അലീലും ഉണ്ട്, റിസസീവ് അലീലും മാത്രമേ നമ്മുടെ കൺവീനിയൻസിന് നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഡോമിനൻ്റ് എം എന്ന് പറഞ്ഞ ജീനാണ് ഈ പറഞ്ഞ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എം കണ്ടീഷൻ ആണെങ്കിൽ, അഥവാ ക്യാപിറ്റൽ എം ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളറാണ്. സ്മോൾ എം ഹോമോസൈഗസ്, രണ്ടും സ്മോൾ എം ആണെങ്കിൽ ഗ്രേ കളറാണ് ഈ പറഞ്ഞ ഹാംസ്റ്ററിന് ഉള്ളത്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോപ്പുലേഷൻ. അതിന് കുറച്ച് കണ്ടീഷൻസ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മൾ അസ്യൂം ചെയ്യണ 1 കണ്ടീഷൻ ഇസ് ദാറ്റ് ഈക്വൽ നമ്പറാണ് ബ്ലാക്ക് ഇൻഡിവിജ്വൽസും ഗ്രേ ഇൻഡിവിജ്വൽസും ആ പോപ്പുലേഷൻ്റെ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസും ഈക്വൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രൊപ്പോർഷൻ, ബ്ലാക്ക് ആൻഡ് ഗ്രേ പ്രൊപ്പോർഷൻ മെയിൽസും ഈക്വൽ. അതായത് ഫസ്റ്റ് 100 ഇൻഡിവിജ്വൽസ് ആണ് ആ പോപ്പുലേഷനിലുള്ളതെന്നിരിക്കട്ടെ, 50 എണ്ണം ഗ്രേ ആയിരിക്കും, 50 എണ്ണം ബ്ലാക്ക് ആയിരിക്കും. ഈ 50 ഗ്രേയിൽ തന്നെ കൃത്യം പകുതിയായിരിക്കും ആണുങ്ങൾ, കൃത്യം പകുതിയായിരിക്കും പെണ്ണുങ്ങൾ. മനസ്സിലായോ? അതായത് 25 ഗ്രേ മെയിൽസ് ഉണ്ട്, 25 ഗ്രേ ഫീമെയിൽസ് ഉണ്ട്. സിമിലർലി
ബ്ലാക്ക് കളറിൽ. ഓക്കെ, അവസ്ഥ മനസ്സിലായല്ലോ. ഇങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ റാൻഡം മേറ്റിംഗ് ആണ് നടക്കുന്നത് എന്ന് നമ്മളങ്ങ് അനുമാനിക്കുക. പറഞ്ഞപ്പോൾ റാൻഡം മേറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മൾ സാമ്പിൾ സെലക്ഷനിലൊക്കെ റാൻഡം സെലക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനകത്ത് എന്താ, ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്യുക, പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും വെച്ചിട്ടില്ല. ഏത് സാമ്പിളിനും ഈക്വലി സെലക്റ്റഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ആ പോപ്പുലേഷനിലെ ഏത് മെയിലും ഏത് ഫീമെയിലിനും സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ഒരു മെയിലിന് കൂടുതൽ സാധ്യത ഉള്ള അവസ്ഥയ്ക്കല്ല, ഏത് മെയിലും ഏത് ഫീമെയിലുമായിട്ട് മേറ്റിംഗ് നടക്കാനുള്ള ഈക്വൽ ചാൻസസ് ഉള്ള അവസ്ഥയ്ക്കാണ് റാൻഡം മേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷനിലും റാൻഡം മേറ്റിംഗ് ആണ് നടക്കണമെന്ന് നമ്മളങ്ങ് അനുമാനിക്കുകയാണ്. ഓക്കെ, ഇഫ് സോ നെക്സ്റ്റ് ജനറേഷനിൽ ഈക്വൽ നമ്പർ ഓഫ് ഗമീറ്റ്സ് ഉണ്ടാകുന്നു. F1 ജനറേഷനിൽ ഈക്വൽ നമ്പർ ഓഫ് ഗമീറ്റ്സ് ഉണ്ടാകുന്നു. അതിൻ്റെ കോമ്പിനേഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ജെനറ്റിക്സ് നമ്മൾ പഠിച്ചാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത് മെയിലിൻ്റെ ഗമീറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മെയിലിൽ നിന്ന് കിട്ടുന്ന ഗമീറ്റ്സ്, ക്യാപിറ്റൽ എം സ്മോൾ എം, ചെക്കർ ബോക്സ് ആണ് ഈ വരച്ചേക്കുന്നത്. ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും മെയിലിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും തമ്മിൽ ബ്രീഡ് ചെയ്യുകയാണ്. ഈ കോമ്പിനേഷനുള്ള മെയിലാണ് ബ്രീഡ് ചെയ്തത്. ഓക്കെ, ക്യാപിറ്റൽ എം സ്മോൾ എം കോമ്പിനേഷനുള്ള മെയിലും ക്യാപിറ്റൽ എം സ്മോൾ എം കോമ്പിനേഷനുള്ള ഫീമെയിലും തമ്മിൽ ബ്രീഡിങ് നടക്കുകയാണ്. ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽ തമ്മിൽ കിട്ടാവുന്ന കോമ്പിനേഷൻസ് പോസിബിലിറ്റിയാണ് എഴുതുന്നത്. ഫസ്റ്റ് പോസിബിലിറ്റി എന്താ? രണ്ടും ക്യാപിറ്റലായിട്ടിരിക്കുന്ന അവസ്ഥ, അഥവാ രണ്ടും ബ്ലാക്ക് ആയിട്ടുള്ള അവസ്ഥ. സെക്കൻഡ് പോസിബിലിറ്റി എന്താ? ഫീമെയിലിൻ്റെ ക്യാപിറ്റലും കിട്ടിയിട്ടുണ്ട്, മെയിലിൻ്റെ സ്മോളും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവസ്ഥ എന്താ? ബ്ലാക്ക് ആയിരിക്കും. ഫീനോടൈപ്പ് എന്ന് ചോദിച്ചാൽ ബ്ലാക്ക് തന്നെയായിരിക്കും. നെക്സ്റ്റ് അവസ്ഥ വീണ്ടും അത് തന്നെ, കിട്ടിയേക്കണ ആൾക്കാർ മാറിയെന്ന് മാത്രം. മെയിലിൻ്റെ ആണ് ക്യാപിറ്റൽ എം വന്നേക്കുന്നത്, ഫീമെയിലിൻ്റെ സ്മോൾ എം ആണ്. എനിവേ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയായിരിക്കും. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കളറ് ബ്ലാക്ക് തന്നെയായിരിക്കും. ലാസ്റ്റ് പോസിബിലിറ്റി എന്താ? സ്മോൾ എം രണ്ടിൽ നിന്നുള്ള സ്മോൾ എം വരുന്ന കോമ്പിനേഷൻ, ഇത് ഗ്രേ കളറായിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഫീനോടൈപ്പിക്, അതായത് പുറമേ ഉള്ള കോട്ട് കളർ എക്സ്പ്രഷൻ വെച്ച് നമ്മൾ നോക്കിയാൽ ബ്ലാക്കും ഗ്രേയും മാത്രമല്ലേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ബ്ലാക്ക് ഇസ് ടു ഗ്രേ നമ്മളൊരു പ്രൊപ്പോർഷൻ എടുത്താൽ 3:1 കിട്ടും. അത് ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ കളർ വെച്ചിട്ട്, എക്സ്റ്റേണൽ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള റേഷ്യോ ആണ് ഇപ്പോൾ പറഞ്ഞ 3:1. അതല്ല ജീനോടൈപ്പ് വെച്ചിട്ടുള്ള റേഷ്യോ ആണെങ്കിലോ എന്തായിരിക്കും റേഷ്യോ? 1 അല്ലേ? ഹോമോസൈഗസ് ഡോമിനൻറ്റ് ഒന്നേ ഉള്ളൂ, 1:2. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ 2 ഉണ്ട്, 1:2:1. ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ 1 ഉള്ളൂ. അപ്പോൾ 1:2:1 ജീനോടൈപ്പിൻ്റെ റേഷ്യോ നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഫീനോടൈപ്പിൻ്റെ ആണെങ്കിൽ 3:1 ആണ് അതിൻ്റെ റേഷ്യോ. ഇനി ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. അതായത് ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ സ്ഥലത്തൊക്കെ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്യാപിറ്റൽ എമ്മിൻ്റെ ജീൻ ഫ്രീക്വൻസി, നമ്മൾ ഫ്രീക്വൻസി എന്താണെന്നാണ് പറഞ്ഞത്? ഈ പർട്ടിക്കുലർ അലീല് ആ പോപ്പുലേഷനിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എമ്മിൻ്റെ അളവ് 2 എം ആണല്ലേ, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഉള്ളത് എം എന്ന് പറഞ്ഞ അലീലാണ്. അതിൻ്റെ അളവിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു ലെറ്റർ സ്മോൾ പി ഞാൻ ഇടുകയാണ്. പി, പാരറ്റിൻ്റെ പി. എം എന്ന് പറഞ്ഞ അലീലിനെ അതിൻ്റെ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന, അഥവാ അതിൻ്റെ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററായിട്ട്, അളവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററായിട്ട് ക്യൂവിനെ ഞാൻ ഇടുകയാണ്. ക്യാപിറ്റൽ എമ്മിൻ്റെ ജീൻ ഫ്രീക്വൻസി ആയിട്ട് സ്മോൾ പി, സ്മോൾ എമ്മിൻ്റെ ജീൻ ഫ്രീക്വൻസി ആയിട്ട് സ്മോൾ ക്യൂ, പി ആൻഡ് ക്യൂ ഞാൻ
ഇടുകയാണ്. ഇഫ് സോ, മനസ്സിലായല്ലോ? സ്മോൾ പി ആൻഡ് ക്യൂ ആണ് ഇപ്പോൾ ജീൻ ഫ്രീക്വൻസി. അപ്പം നമ്മുടെ പിക്ചറിൽ ഇപ്പം പിയും ക്യൂവും ആണുള്ളത്. മറ്റേ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് പിയും ക്യൂവും ആണ് നമ്മളിപ്പം ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം അനുസരിച്ച് നമ്മളുടെ ഹാർഡി വീൻബർഗ് ഫോർമുല നമ്മുടെ പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന ഒരു ഇക്വേഷനാണ്. a+b² ഇല്ലേ, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? a² + 2ab + b². എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ പിയും ക്യൂ ആണ് എക്കും ബിക്കും പകരം നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ a + bക്ക് പകരം p + q² = എന്താണ്? p² = 2pq + q². ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു മൊത്തം 100 ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളത് എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്, അഥവാ ഇവിടെ 1 ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇൻ ദ ജീൻ പൂളിനെ നമ്മൾ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് വീണ്ടും ഒരു ഇക്വേഷൻ കൂടി അവിടെ കയറുന്നു. p + q = 1. 1 റെപ്രസെൻറ്റ്സ് 100%, മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് ജീൻസിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 2 ഇക്വേഷൻസാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഒന്ന് p + q² = അതിൻ്റെ എക്സ്പാൻഷൻ ഫോർമുല, അതായത് p² + 2pq + q² എന്ന ഫോർമുല. പിന്നെ p + q = 1 അഥവാ 100%-നെയാണത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ അങ്ങ് തന്നിരിക്കട്ടെ. അതായത് ക്യൂ ഫ്രീക്വൻസി ക്യൂ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? റിസസീവ് അല്ലേ? റിസസീവ് എം, സ്മോൾ എം എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സ്മോൾ എന്നിൻ്റെ ആ പോപ്പുലേഷനിലുള്ള അളവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്യൂ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ കൊടുത്ത ഉദാഹരണത്തിൽ. അപ്പോൾ ക്യൂവിൻ്റെ അളവ് ഞാനങ്ങ് പറയുകയാണ്, പ്രോബ്ലമാണ്. അപ്പോൾ അളവ് പറയുകയാണ് 16% ഓഫ് ദ പോപ്പുലേഷനിൽ എന്തുണ്ട്? റിസസീവ് ജീനുണ്ടെന്ന് ഞാൻ പറയുകയാണ്. 16% ഓഫ് ദ പോപ്പുലേഷനിൽ 100% പറയണമെങ്കിൽ തന്നെ അതിൻ്റെ നമ്മൾ ഫോർ ഈസിയർ കാൽക്കുലേഷൻ നമ്മൾ 100 ആണ് പോപ്പുലേഷൻ്റെ നമ്പർ എന്ന് എടുക്കുന്നു. ആൻഡ് 16% ഓഫ് ദ പോപ്പുലേഷനിൽ റിസസീവ് ട്രേറ്റ് കാണുന്നു, അഥവാ ഗ്രേ കളർ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഗ്രേ കളർ കാണണമെങ്കിൽ അത് എം കണ്ടീഷനിൽ കയറണം അല്ലേ? ഇല്ലേ? അപ്പോൾ 16% റിസസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് വാട്ട് ഡസ് ഇറ്റ് മീൻ? എം കണ്ടീഷനാണ് 16%. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എം കണ്ടുപിടിച്ചൂടെ? എം കണ്ടീഷൻ അഥവാ m² അഥവാ q²നെയാണ് 16 കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യൂ കണ്ടുപിടിച്ചൂടെ? അഥവാ എമ്മിൻ്റെ അളവ് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും അത്? 16ൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് അവിടെ നമ്മൾക്ക് ആവശ്യം. ക്യൂവിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 16ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മാത്രമേ സ്മോൾ എമ്മിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക്, ആ പോപ്പുലേഷനിലുള്ള ക്വാണ്ടിറ്റി നമുക്ക്, ഫ്രീക്വൻസി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യൂ അങ്ങനെ നമുക്ക് കിട്ടിയല്ലോ. 16 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 16% എന്നാണ് പറഞ്ഞല്ലേ? 16% എന്ന് വെച്ചാൽ 0.16 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. ഒരു 100% എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു അല്ലേ? ദാറ്റ് മീൻസ് 16% എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് 0.16.
അപ്പോൾ ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 0.16 ആണെങ്കിൽ 0.16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 0.4. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി, അഥവാ സ്മോൾ എമ്മിൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കാൺട്ട് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് പി, അഥവാ എമ്മിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അറിയാൻ പറ്റത്തില്ലയോ? ഡെഫിനറ്റ്ലി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എമ്മിൻ്റെ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എമ്മിൻ്റെ ഫ്രീക്വൻസി അറിയാൻ പറ്റും. ആ കിട്ടിയ വാല്യൂസ് നമ്മൾ നമ്മുടെ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ നമുക്കറിയാൻ പറ്റുക? പി സ്ക്വയർ സ്റ്റാൻഡ്സ് ഫോർ ക്യാപിറ്റൽ എം, അഥവാ ഡോമിനൻറ്റ് ഹോമോസൈഗസ് കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നു. ക്യൂ സ്ക്വയർ ഡിനോട്ട്സ് homozygous recessive condition. 2pq represents what? The heterozygous condition. ഓക്കെ, അപ്പോൾ ആ പോപ്പുലേഷനിൽ എത്ര ശതമാനം ഹോമോസൈഗസ് ഉണ്ട്, എത്ര ശതമാനം ഹെട്രോസൈഗസ് ഉണ്ട്, എത്ര ഡോമിനൻറ്റ് ഹോമോസൈഗസ് ഉണ്ട്, എത്ര റിസസീവ് ഹോമോസൈഗസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് ആ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. അപ്പോൾ എസ്സേ എഴുതുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടേംസ് പറയുക, എന്താണ് ആ ലോ എന്ന് പറയാം. ആ ലോയിലെ കീ പോയിൻറ്റ്സ് ആയ 5 എണ്ണം, 5 ഫാക്ടേഴ്സ് നമ്മളതിൽ എടുത്ത് എഴുതേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഈ എക്സാമ്പിളും ഒന്ന് മെൻഷൻ ചെയ്ത് പറയാം, ഇഫ് ഇറ്റ് ഇസ് ഫോർ എ ബിഗർ മാർക്ക് ക്വസ്റ്റ്യൻ, ലോങ് എസ്സേക്കാണെങ്കിൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു ടേം ഉണ്ട്, ജെനറ്റിക് ഡ്രിഫ്റ്റ്. ജെനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീൻ പൂൾ കുഞ്ഞാവുന്നു എന്ന് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജെനറ്റിക് ഡ്രിഫ്റ്റിന് വേറൊരു വാക്ക് കൂടി നമ്മൾ പറയാം, ടേം കൂടി പറയാറുണ്ട്, സേവാൾ റൈറ്റ് ഇഫക്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുഞ്ഞു പോപ്പുലേഷനിലാണ് ഒക്കർ ചെയ്യുന്നത്. ബാക്കി പോപ്പുലേഷനിൽ നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊരിക്കലും ശ്രദ്ധിക്കപ്പെടത്തില്ല. സ്മോൾ പോപ്പുലേഷനിൽ മാത്രമേ ഇത് വിസിബിൾ ആവത്തുള്ളൂ, വെരി സ്മോൾ പോപ്പുലേഷൻ. ഈ ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് ജീൻ ഫ്രീക്വൻസി പ്യുവർലി ബൈ ചാൻസ്. ഒരു ചാൻസ് ഇവൻറ്റിനെയാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ്, കുഞ്ഞു പോപ്പുലേഷനിൽ നടക്കുന്ന ഒരു ബൈ ചാൻസ് നടക്കുന്ന ഒരു ഇവൻറ്റാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. കുഞ്ഞു പോപ്പുലേഷനിൽ നടക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? കുഞ്ഞു പോപ്പുലേഷൻ ആയതുകൊണ്ട് ചെറിയ മൈന്യൂട്ട് ഫ്രീക്വൻസിയിലുള്ള ചേഞ്ചസ് വരെ നോട്ട് ചെയ്യപ്പെടുന്നു, അതുകൊണ്ടാണ് കുഞ്ഞു പോപ്പുലേഷനിൽ നടക്കുന്നത് എന്ന് പറഞ്ഞത്. ആൻഡ് വാട്ട് ഇസ് എ ജെനറ്റിക് ഡ്രിഫ്റ്റ്? ദ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് എ ജീൻ പ്യുവർലി ബൈ ചാൻസ്. അതിനെയാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജർ പോപ്പുലേഷനിൽ ഇത് ഇൻസിഗ്നിഫിക്കൻ്റ്, അത് നമുക്ക് മനസ്സിലാവത്ത് തന്നെയില്ല, ചെറിയ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഈ ജെനറ്റിക് ഡ്രിഫ്റ്റ് നമുക്ക് വിഷ്വലൈസ്ഡ് ആവുന്ന, മനസ്സിലാകുന്ന 2 കണ്ടീഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷനാണ്. നമുക്ക് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഗൂഗിൾ ക്ലാസ്സിൽ മെറ്റീരിയൽ പോസ്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്, ബോട്ടിൽ നെക്ക് ഇഫക്റ്റും ഫൗണ്ടർ ഇഫക്റ്റും. ആ 2 ഇഫക്ട്സും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് കമ്പയർ ആയിട്ട് വരാവുന്നതാണ്, ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജെനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ചോദിച്ചാലും സ്മോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്താണെന്ന് പറയുക. ജെനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ ഒരു വിഷ്വലൈസേഷൻ കാണുന്ന 2 ഇഫക്ട്സ് ആണ് ബോട്ടിൽ നെക്ക് ഇഫക്റ്റും ഫൗണ്ടർ ഇഫക്റ്റും, അതും പറഞ്ഞു വിടുക. ഓക്കെ, ഇനി നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് വിൽ ബി സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ്. നാച്ചുറൽ സെലക്ഷൻ നമുക്കറിയാം, നേച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. മ്യൂട്ടേഷൻസ് പലതും ഉണ്ടാവുന്നുണ്ട്, വേരിയേഷൻസ് പലതും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? നേച്ചറാണ്. എങ്ങനെ തീരുമാനിക്കുന്നു? നേച്ചറിന് ഏറ്റവും ഫിറ്റായിരിക്കുന്ന, നേച്ചറിനായിട്ട് ഏറ്റവും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന
സ്യൂട്ടബിൾ ആയിട്ടിരിക്കുന്ന വേരിയേഷൻസ് ആണെങ്കിൽ നേച്ചറുമായിട്ട് ഏറ്റവും യോജിച്ച് പോകുന്ന വേരിയേഷൻസ് ഏതൊക്കെയാണോ അതിനെ നേച്ചർ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ സെലക്ഷനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൺ ഇസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ അഥവാ നോർമലൈസിങ് സെലക്ഷൻ. ഈ സ്റ്റെബിലൈസിങ് സെലക്ഷൻ അഥവാ നോർമലൈസിങ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻവയൺമെൻറ്റിന് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. എൻവയൺമെൻറ്റ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന അവസ്ഥ. പക്ഷെ മ്യൂട്ടേഷൻസ് അന്നേരവും നടക്കാം. മ്യൂട്ടേഷൻ എപ്പോൾ വേണമെങ്കിലും സഡൻ ചേഞ്ചിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. മ്യൂട്ടേഷൻ അന്നേരവും നടക്കുന്നു. എൻവയൺമെൻറ്റിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം മാറ്റമുള്ള ഇൻഡിവിജ്വൽസിനെ അല്ല അന്നേരം നേച്ചർ ഫേവർ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയോ നോർമൽ ഇൻഡിവിജ്വൽസിനെയാണ് നേച്ചർ ഫേവർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് നോർമലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സ്പെഷ്യൽ ഇൻഡിവിജ്വൽസിനെ നേച്ചർ റിജക്റ്റ് ചെയ്യുന്നു, നോർമൽ ഇൻഡിവിജ്വൽസിനെ നേച്ചർ പ്രൊമോട്ട് ചെയ്യുന്നു. ആ ഒരവസ്ഥയ്ക്കാണ് സ്റ്റെബിലൈസിങ് അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡയറക്ഷൻ. ഇതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്, അത് യു ക്യാൻ റെഫർ ഇൻ ദ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡയറക്ഷണൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സെലക്ഷൻ. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എൻവയൺമെൻറ്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഓക്കെ, ഏതോ ഒരു ദിശയിലേക്ക് എൻവയൺമെൻറ്റ് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അന്നേരവും മ്യൂട്ടേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ എൻവയൺമെൻറ്റ് പ്രോഗ്രസ് ചെയ്യുന്നത് ആ രീതി ആ എൻവയൺമെൻറ്റൽ ചേഞ്ചസുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന വേരിയൻസിനെ, മ്യൂട്ടേഷൻസിനെ എൻവയൺമെൻറ്റ് ഫേവർ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് ഡയറക്ഷണൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് ഡൈവേഴ്സിഫൈങ് അല്ലെങ്കിൽ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അതെന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റിന് ചേഞ്ച് നടക്കുന്നുണ്ട്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ പല ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷനിലല്ല പല ഡയറക്ഷനിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ആയിരിക്കില്ല നേച്ചർ സെലക്ട് ചെയ്യുന്നത്, പകരം പലതരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീൻസിനെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു എന്താ ഡൈവേഴ്സിഫൈങ് സെലക്ഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡാർവിൻസ് ഫിഞ്ചസിനെ നമുക്ക് പറയാവുന്നതാണ്. ഒരു ടൈപ്പ് ഓഫ് ഫിഞ്ച് അല്ലെങ്കിൽ ബീക്കല്ല ഉണ്ടായി വന്നത്, 13 തരം ബീക്കുകളാണ് ഉണ്ടായി വരുന്നത്. ഒരേ ഹാബിറ്റാറ്റാണ്.